ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സച്ചിയുടെയും രവിയുടെയും ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചയിലെ സച്ചിയുടെയും രേവതിയിലേക്ക് കഥയിലേക്ക് വരുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് 8ന്റെ പണി കിട്ടുന്ന ഒരു ഭാഗമാണ് എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ. കാരണം തൻ്റെ അച്ഛൻ്റെ മലേഷ്യയിലുള്ള തൻ്റെ അച്ഛനെ ജയിൽ മോചിതനാകുവാൻ വേണ്ടി ശ്രുതിയെ കൊണ്ട് വലിയൊരു നേർച്ച വഴിപാടുകളൊക്കെ നടത്തുക. അപ്പോൾ വ്രതം എടുപ്പിക്കുക. അതായത് എന്തായാലും വ്രതം എടുക്കുന്ന നമ്മുടെ ചന്ദ്രമതി അതിൽ അടിയുറച്ച് നിൽക്കുക. കാരണം ശ്രുതിയുടെ അച്ഛൻ വന്നാലേ വലിയ നേട്ടങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് ചന്ദ്രമതിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയായിരിക്കും അമ്പലത്തിൽ ചെന്ന് പൂജയും വഴിപാടുകളൊക്കെ നടത്തി 40 ദിവസം വ്രതമെടുക്കണം. ആഹാരം കഴിക്കാൻ പാടില്ല, അതുപോലെ ഉപ്പും അതുപോലെയുള്ള ആഹാരങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് അമ്പലത്തിലെ പൂജാരി പറഞ്ഞു. അതിനോടൊപ്പം ഒറ്റയ്ക്ക് കിടക്കണം, അതും തറയിൽ കിടന്ന് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ശ്രുതി ഞെട്ടിപ്പോവുക. ശ്രുതിയും ഞെട്ടിപ്പോവുക. പക്ഷേങ്കിൽ ചന്ദ്രമതിക്ക് അത് ഇഷ്ടപ്പെട്ടു പോയി. കാരണം ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് ജയിൽ മോചിതനാകാൻ വേണ്ടിയുള്ള ഒരു നോയമ്പായതുകൊണ്ട് എങ്ങനെയെങ്കിലും ശ്രുതിയെക്കൊണ്ട് ഈ നേർച്ച വഴിപാടുകൾ നടത്തി നോയമ്പിലേക്ക് കടന്നു പോകുന്ന ഒരു ഭാഗമാണ്. അങ്ങനെ ശ്രുതി അതിന് വശമതയാകുകയും അല്ലെങ്കിൽ ചന്ദ്രമതി അത് ശ്രുതിയെക്കൊണ്ട് ആ നേർച്ച വഴിപാടുകളെല്ലാം ചെയ്തെടുപ്പിക്കുന്ന ഒരു രസകരമായ നിമിഷമാട്ടോ. അങ്ങനെ വീട്ടിൽ വന്ന് ആഹാരങ്ങൾ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും പൂരിയും അതുപോലെ മാംസാഹാരങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതിയും വന്ന് ഇരിക്കുക. ഈ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ സച്ചി വന്ന്, അയ്യോ നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? മലേഷ്യയിലുള്ള ശ്രുതിയുടെ പാർലമ്മയുടെ പപ്പ ഇറങ്ങി വരണ്ടേ, അതുകൊണ്ട് ഈ വക സാധനങ്ങളൊന്നും കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ ആ ഊൺമേശയിൽ നിന്ന് ഭക്ഷണം കഴിപ്പിക്കാതെ എഴുന്നേൽപ്പിക്കുന്ന ചില നല്ല രസകരമാകുന്ന നിമിഷമുണ്ട്. അപ്പം അതിനിടയിൽ ശ്രുതിയും അതുപോലെ ശ്രുതിയൊക്കെ ഇതിനെ എതിർക്കുന്നുണ്ടെങ്കിലും ചന്ദ്രമതിക്ക് കാര്യം മനസ്സിലായി. ശരിയാണല്ലോ, നോയമ്പാണല്ലോ, 40 ദിവസം മാംസാഹാരങ്ങൾ കഴിക്കാതെ ഇരിക്കണമല്ലോ എന്നൊക്കെ ഓർത്ത് എങ്ങനെയെങ്കിലും ശ്രുതിയുടെ അച്ഛൻ ഇറങ്ങണം, അതിന് ഏതോ നേർച്ച വേണമെങ്കിലും നേരാൻ തയ്യാറായി നിൽക്കുന്ന ചന്ദ്രമതി ശ്രുതിയെ കൊണ്ട് ആഹാരം കഴിപ്പിക്കാതെ സ്വയമായിട്ട് ഉപ്പിടാത്ത ആഹാരവും അതുപോലെ മാംസാഹാരം വെജിറ്റബിൾ ആഹാരങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്ന ചില നല്ല നിമിഷങ്ങളൊക്കെ നമുക്ക് അടുത്ത ആഴ്ച എപ്പിസോഡിൽ കാണാം. അങ്ങനെ വിശന്ന വയറുമായിട്ട് ശ്രുതിയും അവിടെ സച്ചിയുടെ കിടക്കൽ നിൽക്കുന്ന രസകരമാകുന്ന നിമിഷവും അതിനോടൊപ്പം കാണാൻ പോകുന്നത് നമ്മുടെ രേവതിയുടെ ജീവിതത്തിൽ ചില തട്ടുകേടുകൾ കിട്ടുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. പൂവെപ്പനിക്ക് വേണ്ടി രാവിലെ ആ ബൈക്കുമായിട്ട് സ്കൂട്ടിയുമായിട്ട് പോകുമ്പോൾ നോ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ട് ബൈക്ക് പാർക്ക് ചെയ്ത് കടയിലേക്ക് പോകുന്ന സമയത്ത് പോലീസ് വന്ന് നമ്മുടെ രേവതിയുടെ വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ തിരിച്ചു വന്ന രേവതിക്ക് തൻ്റെ സ്കൂട്ടി കാണാൻ വരുമ്പോൾ അവിടെ അന്വേഷിക്കുമ്പോഴാണ് പറയുന്ന നോ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തതിന് പോലീസുകാർ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയതും അങ്ങനെ നേരെ രേവതി പോലീസ് സ്റ്റേഷനിലെത്തിയാണ്. ഇതിനിടയിൽ രസകരമാകുന്ന നിമിഷം നമ്മുടെ നീലിമ എന്ന അല്ലെങ്കിൽ നമ്മുടെ സച്ചിയുടെ കാറിൽ കയറിയ പുതിയ ആ അതിഥി, അത് വേറെ ആരുമല്ല, ശ്രുതിയുടെ പൈസ മോഷ്ടിച്ചു കൊണ്ടുപോയ നീലിമ തന്നെയായിരുന്നു. അങ്ങനെ നീലിമയും കണ്ടുമുട്ടുന്ന ചില നമ്മുടെ ശ്രുതിയെ കണ്ടുമുട്ടുന്ന ചില നിമിഷങ്ങളൊക്കെ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിലുണ്ട്. അങ്ങനെ രേവതി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പോലീസുകാരനൊക്കെ കാല് പിടിച്ച് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ വാഹനം തന്നു വിടണം, ഞാൻ അബദ്ധം പറ്റിപ്പോയതാണ്, ഇനി ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞപ്പോഴും പോലീസുകാരെല്ലാം പറയുന്ന ഇത് ഫൈൻ അടയ്ക്കാതെ നിങ്ങളുടെ വണ്ടി വിടാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഇപ്പോൾ ട്രാഫിക് SI ഇല്ല, അതുകൊണ്ട് ട്രാഫിക് SI ഉള്ളപ്പോൾ നിങ്ങൾ വന്ന് ഫൈൻ അടച്ച് വണ്ടി എടുക്കണം, അല്ലാതെ ഞങ്ങൾക്ക് വണ്ടി തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ വളരെ സങ്കടത്തോടു കൂടി നിൽക്കുന്ന നമ്മുടെ രേവതിനെ കാണാം. അതിനിടയിൽ രസകരമാകുന്ന നിമിഷം എന്ന് പറയുന്നത് സച്ചിയുടെ വാഹനത്തിൽ കയറിയ നീലിമ നാളെ തന്നെ UK പോകേണ്ടതാണ്. അതിനു മുമ്പ് ഒരു പാർലറിൽ കയറി മുഖമൊക്കെ ഒന്ന് ഫേസ് വാഷ് ചെയ്യാമല്ലോ എന്ന് ഓർത്തപ്പം തനിക്കറിയാവുന്ന പാർലർ ഇന്ന് അടച്ചിട്ടിരിക്കുകയാണെന്നും അങ്ങനെ വളരെ സങ്കടത്തോടു കൂടി കാറിയിരിക്കുമ്പോഴാണ് സച്ചി ചോദിക്കുകയാണ്, എന്ത് പറ്റി മാഡം, എന്താണ് മുഖത്തിനൊരു മ്ലാനത എന്നൊക്കെ ചോദിക്കുമ്പോൾ, അല്ല എനിക്ക് നാളെ UK പോകണം, അപ്പോൾ ഇപ്പം എനിക്കൊരു പാർലറിൽ കയറാമെന്ന്, പക്ഷേ നമ്മൾ സ്ഥിരം കയറുന്ന പാർലർ അടച്ചിട്ടിരിക്കുക എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് സച്ചി പറയാം, മേഡം അതിനെക്കുറിച്ച് വിഷമിക്കൊന്നും വേണ്ട, എനിക്കറിയാവുന്ന ഒരു നല്ലൊരു ബ്യൂട്ടി പാർലറുണ്ട്, അവിടെ പോകാമെന്ന് പറയാം. അപ്പം ഈ പെൺകുട്ടി ചോദിക്കുകയാണ്, നീലിമ ചോദിക്കുക, എങ്ങനെയുണ്ട്, നല്ലതാണോ എന്ന് ചോദിക്കുക.
ആ നല്ല അടിപൊളി വർക്കൊക്കെയാ, ആള് അത്ര ശരിയല്ലെങ്കിലും വർക്കൊക്കെ സൂപ്പറാ, അവിടെ കൊണ്ടുപോകാമെന്ന് പറയാം. അങ്ങനെ എന്തായാലും നീന എന്നാൽ ശരി അങ്ങോട്ട് പോട്ടെ എന്ന് പറയും. അങ്ങനെ സച്ചി നേരെ ചെല്ലുന്ന ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലേക്കാണ്. അങ്ങനെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി ഈ നീലിമനെ ഇറക്കി വിടുകയും അതിനുശേഷം നീലിമ പറയുന്നുണ്ട്, എന്നാൽ പൊക്കോ, 1 മണിക്കൂർ താമസമുണ്ട്, ഞങ്ങൾ തിരിച്ച് വിളിച്ചോളാം, ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിളിച്ചോളാം എന്ന് പറയും. സച്ചിക്ക് പൈസ കൊടുത്ത് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ഈ നീലിമ ചെന്ന് കയറുന്നതും ശ്രുതിക്ക് ഈ നീലിമനെ മനസ്സിലാകുകയാണ്. കാരണം ശ്രുതിയുടെ ഫോണിൽ നിന്ന് നീലിമയുടെ ഫോട്ടോ ശ്രുതി കണ്ടിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് അമ്പരന്ന് പോവുകയാണ് ശ്രുതി. അങ്ങനെ എന്തായാലും ശ്രുതിയെ ആ ബ്യൂട്ടി പാർലറിൽ പിടിച്ചിരുത്തി നേരെ ശ്രുതിയെ വിളിക്കുകയാണ്. ശ്രുതി വിളിച്ചിട്ട് പറയുകയാണ്, ഇതുപോലെ നീലിമ നിങ്ങളുടെ പൈസ മോഷ്ടിച്ചിട്ട് പോയ അവള് എൻ്റെ ബ്യൂട്ടി പാർലറിൽ വന്നിട്ടുണ്ട്, എത്രയും വേഗം ഇവിടെ വരാൻ പറയുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഇത് കേട്ട് ശ്രുതി പെട്ടെന്ന് തന്നെ ബ്യൂട്ടി പാർലറിൽ എത്തുമ്പോൾ നീലിമ ഇരിക്കുകയാണ് ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൽ. അതങ്ങനെ ശ്രുതിയെ നീലിമയെ കാണുകയും നീലിമ ശ്രുതിയെ കാണുകയും ചെയ്യുമ്പോൾ പമ്പൻ തിഷ്ടുകൾ നടക്കുകയാണ്. അങ്ങനെ എന്തായാലും കള്ളി പിടിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് പോകുന്ന ഒരു രസകരമാകുന്ന നിമിഷമാണ്. എന്നാൽ അവിടെ നിന്ന് നീലിമ ചാടിപ്പോകുവാൻ ശ്രമിക്കുമ്പോൾ ശ്രുതി തൻ്റെ കയ്യിലിരിക്കുന്ന കത്തി ചൂണ്ടി അവിടെ പിടിച്ചിരുത്തുകയും അതിനുശേഷം പോലീസിനെ വിളിച്ച് പോലീസ് നീലിമേനെ പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയത്ത് നമ്മുടെ രേവതി വളരെ സങ്കടത്തോടു കൂടി അവിടെ ഇരിക്കുക, തൻ്റെ സ്കൂട്ടി കിട്ടാത്തതുണ്ട്. പെട്ടെന്ന് സച്ചിയെ വിളിക്കുക. സച്ചി അവിടെ വന്ന് പോലീസുകാരനൊക്കെ കെഞ്ചി ചോദിക്കുന്നുണ്ട്, അവളുടെ പൂ വിൽക്കുന്ന വാഹനമാണ്, അത് തിരിച്ചു കൊടുക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ട്രാഫിക് എസ് ഐ ഇല്ല, ഏതായാലും പെറ്റി അടയ്ക്കാൻ നിങ്ങളുടെ വണ്ടി വിടാൻ പറ്റില്ല എന്ന് പറയാം. ഈ സമയത്ത് തന്നെ നമ്മുടെ ഈ ടെൻഷൻ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതിയും നീലിമയൊക്കെ പോലീസ് സ്റ്റേഷനിൽ വരുന്നുണ്ട്. അതാരും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഇവർ അകത്തേക്ക് നീലിമേനെ അകത്ത് കൊണ്ടുപോയി ചോദ്യം ചെയ്യുമ്പോൾ ശ്രുതി തൻ്റെ കയ്യിൽ നിന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്തതൊക്കെ പോലീസുകാരെ കാണിക്കുകയും, എന്നാൽ ഇതൊന്നും സമ്മതിക്കാതെ നിൽക്കുന്ന നീലിമ, എനിക്ക് നാളെ UK പോകണം, ഞാൻ 3 ദിവസമായിട്ടേ ഉള്ളൂ ഇവിടെ വന്നിട്ട്, എനിക്കൊരു ലാൻഡ് അല്ലെങ്കിൽ ഒരു സ്ഥലം മേടിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇവർ പറയുന്നതെല്ലാം കള്ളമാണ് സാർ, എന്നെ വിടണം എന്ന് പറയുകയാണ്. എന്തായാലും പോലീസുകാരൻ പറയുന്നത്, നിങ്ങളുടെ പേരിൽ ഒരു 6 മാസം മുമ്പ് ഒരു പരാതി തന്നിരുന്നു, ആ പരാതിയിൽ ആസ്പദമായിട്ടാണ് ഞങ്ങൾ കേസെടുത്തിരിക്കുന്നത്, എന്തായാലും ഞങ്ങൾക്ക് കേസുമായിട്ട് മുൻപോട്ട് പോകാതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറയാം. അപ്പോൾ ശ്രുതിയും പറയുന്നുണ്ട്, സാർ ഇവർ ഞങ്ങളെ വഞ്ചിച്ചതാണ്, ഈ ശ്രുതിയെ വഞ്ചിച്ചതാണ്, അതുകൊണ്ട് ഇതിൻ്റെ കേസെടുത്ത് ഇവരെ ജയിലിൽ അടയ്ക്കണമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ സമയത്തെല്ലാം നീലിമ എതിർത്ത് നിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും പോലീസുകാരും അതിനൊപ്പം ഈ ശ്രുതിക്കും ഒപ്പം നിൽക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ നീലിമ വക്കീലിനെ വിളിക്കുകയും വക്കീൽ വന്ന് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് നീലിമയ്ക്ക് അനുകൂലമായി. പക്ഷേങ്കിൽ പോലീസുകാർ പറയുന്നത് ഇവർക്ക് വരെ പരാതി നേരത്തെ തന്നെ തന്നിട്ടുണ്ട്, അതുപോലെ അത് മാത്രമല്ല ഇവർ ഈ ശ്രുതി പൈസ ട്രാൻസ്ഫർ ചെയ്തൊക്കെ തെളിവായിട്ടുണ്ട്, അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഇവിടെ കണ്ടില്ലെങ്കിൽ ഞാൻ കേസ് ഫയൽ ചെയ്യും. കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ നീലിമയ്ക്ക് UK പോകുവാൻ പറ്റത്തില്ല, അതുപോലെ വസ്തു വാങ്ങിക്കുവാനൊന്നും പറ്റത്തില്ലാത്ത അവസ്ഥ വരും, അതുകൊണ്ട് നിങ്ങളൊരു ധാരണ വരുത്തുവാൻ പറയുകയും അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു നിവൃത്തിയും ഇല്ലാതെ നീലിമ ആ ശ്രുതിയുടെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ട് പോയ പൈസ കൊടുക്കാമെന്ന് എഗ്രിമെൻ്റ് ചെയ്യും. അങ്ങനെ അതുപോലെ തന്നെ പൈസ ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്ന ഒരു നല്ല നിമിഷങ്ങളൊക്കെയാണ്. ഇത് കണ്ട് വളരെ സന്തോഷത്തോടു കൂടി ശ്രുതിയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നു. അതിനുശേഷം മറുഭാഗത്ത് കാണുന്നത് നമ്മുടെ സച്ചിയും പോലീസുകാരെ പോയി കണ്ട് ഫൈൻ അടച്ച് രേവതിയുടെ ബൈക്കുമായിട്ട് മടങ്ങിപ്പോകുന്ന ഒരു നല്ല നിമിഷങ്ങളൊക്കെയാണോ. അങ്ങനെ ശ്രുതിയും ഈ സന്തോഷം, പൈസ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ വെളിയിലിറങ്ങി അവർ ഐസ്ക്രീം പാർലറിൽ പോയി കഴിക്കുകയും ഈ സമയത്ത് പെട്ടെന്ന് ശ്രുതി പറയുകയാണ്, എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ ചെന്ന് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞ് ഇത്രയും നാൾ എന്നെ പരിഹസിച്ചതാണ് നമ്മുടെ സച്ചിയും എല്ലാവരും. അവരുടെ മുൻപിൽ ഈ കാര്യം പറഞ്ഞ് ഈ പൈസ കാണിക്കണം എന്ന് പറയുക. അപ്പോൾ പെട്ടെന്ന് ശ്രുതി പറയുകയാണ്, ശ്രുതി എന്തൊരു മണ്ടനാണ്, ഈ ഡിഗ്രി വരെ പഠിച്ചെന്ന് പറഞ്ഞത് ശരിയാണോ, അതോ ഈ കാശ് കൊടുത്തു വല്ലതും മേടിച്ചതാണോ ഈ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ ചോദിക്കുകയാണ്. അതെന്താ ശ്രുതി നീ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, ഇപ്പോൾ ഇതൊന്നും ആരും അറിയില്ല, അത് നിങ്ങളുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ മേടിച്ചുകൊണ്ട് പോയി ഈ പെൺകുട്ടി തട്ടിക്കൊണ്ട് പോയ പൈസ ആണെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേങ്കിൽ അച്ഛൻ ഈ പൈസ മേടിച്ച് 3 പേർക്ക് 3 ശ്രീകാന്തിനും സച്ചിക്കും ശ്രുതിക്കുമായി 3 വീതിക്കും. അപ്പോൾ സച്ചി പറയും ഒരു വിഹിതം അച്ഛനും വേണമെന്ന് പറയും. പിന്നെ നിങ്ങളുടെ ശ്രുതിയുടെ കയ്യിൽ എന്താണ് ബാലൻസ് ഉള്ളത്, അതുകൊണ്ട് ഇത് ഒരിക്കലും പറയില്ല, മറിച്ച് ഇത് എൻ്റെ പപ്പ അവിടുന്ന് എനിക്ക് അയച്ചു തന്നതാണ്, ശ്രുതിക്ക് ബിസിനസ് നടത്തുവാൻ വേണ്ടി അയച്ചു തന്നതാണ് എന്ന് പറയണം എന്ന് ശ്രുതിയോട് പറയാം. അങ്ങനെ
ശ്രുതി ബുദ്ധിപരമാകുന്ന ചില നീക്കങ്ങളിലൂടെ ഈ പൈസ മോഷ്ടിച്ചുകൊണ്ട് പോയ പൈസയല്ലെന്നും ശ്രുതിയുടെ അച്ഛൻ അയച്ചു തന്ന പൈസയാണെന്നും പറഞ്ഞ് വീട്ടിൽ പറയുകയും, എന്നാൽ ഇതിനിടയിലെല്ലാം സച്ചിക്ക് ചില ഡൗട്ടുകളൊക്കെ തോന്നും കേട്ടോ. എങ്ങനെയാണ് ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് ശ്രുതിയുടെ അച്ഛൻ പൈസ അയച്ചത് എന്നൊക്കെ ചോദ്യം ചെയ്യലുണ്ടാകുകയും, അങ്ങനെ രസകരമാകുന്ന രീതിയിൽ മുൻപോട്ട് പോകുന്ന ഒരു എപ്പിസോഡായിരിക്കും അടുത്ത ആഴ്ചയിൽ കാണാൻ പോകുന്നത്. എന്തായാലും സച്ചി ഈ ഇവരുടെ കള്ളങ്ങളെല്ലാം ശ്രുതിയുടെയും കള്ളങ്ങളെല്ലാം കണ്ടുപിടിക്കുന്ന ഒരു നിമിഷങ്ങളൊക്കെ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്തിൽ കാണാം. എന്തായാലും നമ്മൾ ഒത്തിരി കാലം കൂടിയാണ് സച്ചിനും രേവതിയും കഥ പറയുന്നത്. അതുകൊണ്ട് അല്പം പേരുകളൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും ഈ അടുത്ത ആഴ്ചത്തെ പ്രമോ വിശേഷം മാത്രമാണ് പറയുന്നത്. ഓരോ ദിവസവും റിയൽ വിശേഷവുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.